ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കോളിഫ്ലവർ മെഴുക്ക് പുരട്ടിയതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റുക. 25ഓളം ചെറിയുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക. നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ഈ കോളിഫ്ലവർ ചെറിയ പീസാക്കി അരമണിക്കൂറോളം ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അതെടുത്താണ് നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ആവിയിൽ അടച്ച് വയ്ക്കുക. അതിനുശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. വീണ്ടും തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 ടീസ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി എല്ലാം മിക്സ് ആയതിനു ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കോളിഫ്ലവറൊക്കെ മസാല പിടിച്ച് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെയൊക്കെ പച്ച ചുവ മാറിക്കഴിഞ്ഞാലേ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.